നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് BCom LLBയുടെ ഫസ്റ്റ് സെമസ്റ്റർ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളത്തിൽ ഒരു ചെറുകഥ നമുക്ക് പഠിക്കാനുണ്ട്. മാനസി എഴുതിയിട്ടുള്ള ഒരിതൾ എന്ന ഒരു കഥ. മാനസിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. തിരുവില്ലമല പൊന്നേടത്ത് അച്ചാട്ടിൽ 1948 മെയ് 4 ജനിച്ചു. അച്ഛൻ P. ശിവരാമ മേനോൻ, അമ്മ PA മാലതി അമ്മ. മാനസി എന്ന പേരിൽ എഴുതുന്ന PA രുക്മിണി എന്നാണ് യഥാർത്ഥ പേര്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ചേർന്നെങ്കിലും പൂർത്തിയാക്കിയില്ല. 1970 മുതൽ ബോംബെയിൽ താമസിക്കുന്നു. ഫ്രീലാൻഡ് കോപ്പി റൈറ്ററായി ജോലി ചെയ്യുന്നു. ഇടിവാളിൻ്റെ തേങ്ങൽ, വെളിച്ചത്തിൻ്റെ താളം എന്നിവ സഹോദരൻ PA ദിവാകരനുമായി ചേർന്ന് രചിച്ചത്. മഞ്ഞിലെ പക്ഷി, മാനസിയുടെ കഥകൾ എന്നിവ പ്രധാന കൃതികൾ. പല കഥകളും ഇംഗ്ലീഷ്, മറാഠി, കന്നഡ എന്നീ ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. മഞ്ഞിലെ പക്ഷി എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സ്ത്രീ മനസ്സിൻ്റെ ഇരുട്ടറകളിൽ നിന്നും ഉയർന്നു വരുന്ന വെളിച്ചങ്ങളാണ് മാനസിയുടെ കഥകൾ. ഇതാണ് മാനസിയെക്കുറിച്ച് പറയാനുള്ളത്. ഒരിതൾ എന്ന കഥയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നീലിമയും അതേപോലെ തന്നെയാണ് ബാലുവുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു നഗരത്തിലെ ഒരു വലിയ ഹോട്ടൽ മുറിയിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു നമ്മുടെ നീലിമ. ആ സമയത്ത് ഒരു അപരിചിതനായിട്ടുള്ളൊരു പയ്യൻ കടന്നു വരികയാണ്. അവനാണ് ഒരു ചെറുപ്പക്കാരനാണ്, അത് ബാലുവാണ്. അങ്ങനെ ബാലു കയറി വരുന്നു. ഒരു പരിചയമുള്ള സ്ത്രീയെ പോലെ സംസാരിക്കുന്നു. കുറേ കാര്യങ്ങൾ അവളോട് അനാവശ്യമായിട്ടും പല രീതിയിൽ ചോദ്യങ്ങളും മറ്റും ചോദിക്കുമ്പോൾ നീലിമയ്ക്ക് ഒരു അപരിചിതനോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു അകലം തോന്നുകയാണ്. അങ്ങനെ നീലിമ ചോദിക്കുന്നുണ്ട്, ബാലു ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ നീലിമയോട് ബാലു എന്നോ കണ്ട സൗഹാർദ്ദം പോലെ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ ഭാവങ്ങളും മുഖം, മൂക്ക്, കവിളുകൾ, താടി എന്നിവയെല്ലാം, ചെറു താടിയെല്ലാം അവൾ എവിടെയോ വായിച്ചിട്ടുള്ള, പണ്ടെങ്ങോ വായിച്ചിട്ടുള്ള നോവലിലെ കഥാപാത്രമായിട്ട് സാദൃശ്യപ്പെടുത്തുകയാണ്. അങ്ങനെ നീലിമയോട് പല സംഭാഷണങ്ങളും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനിന്ന് പോകും, യാത്രയാവുകയാണ്, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ ആക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അപരിചിതനായിട്ടുള്ള ഒരാളോട് പെട്ടെന്ന് വിളിച്ചപ്പോൾ പോവാനുള്ളൊരു താല്പര്യക്കുറവ് മൂലം അവൾ പല ഒഴിവ് കഴിവുകളും പറഞ്ഞു. നീലിമ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി ഇനിയെന്ന് കൂടി പറഞ്ഞു. പക്ഷേ അവൾക്ക് വക്കീലെ കാണാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവനെ കാണുമ്പോൾ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഞാൻ വന്നതിൽ സന്തോഷമായില്ലേ എന്ന് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പാതി കുടിച്ച ജ്യൂസ് കുപ്പി ആർക്ക് പകരുകയാണ്? നീലിമയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നീലിമ അത് ഏറ്റുവാങ്ങി. നീലിമയ്ക്ക് ബാലുവിൽ ആദ്യമൊന്നും പ്രണയമോ ഒരു സ്നേഹമോ ഒരു അട്രാക്ഷനോ ഒന്നും തോന്നിയിരുന്നില്ല. പിന്നീട് നീലിമയ്ക്ക് ബാലുവിനോടൊരു താല്പര്യം തോന്നുന്നു. പക്ഷേ എന്തിനു വന്നു, ഏതിനു വന്നു എന്നുള്ള ചോദ്യവും ഉത്തരവുമൊന്നും ഈ ഒരു പാഠഭാഗത്തില്ല. എല്ലാം വായനക്കാർക്ക് എഴുത്തുകാരായിട്ടുള്ള മാനസി വിട്ടു നൽകുകയാണ്. അങ്ങനെ യാത്രയാക്കാൻ വന്ന സന്തോഷത്തിൽ പെട്ടെന്ന് ട്രെയിൻ വരികയും അതിലേക്ക് ഓടിക്കയറുന്ന ഭാവത്തിൽ ബാലു പോവുകയും, എന്നാൽ പെട്ടെന്നാണ് അവിടെ കാറ്റിൽ, ആകാശത്തിൽ ഒരു വലിയൊരു ഷർട്ട്, അതായത് രക്തത്തിൽ കുളിച്ച ഷർട്ട് പാറിപ്പറക്കുന്ന നീലിമ കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് അത് വേറെ ആരുടെയും ഷർട്ടായിരുന്നില്ല, അത് ബാലുവിൻ്റെ തന്നെയായിരുന്നു. അപ്പോഴാണ് നീലിമയ്ക്ക് മനസ്സിലായത് ബാലു മരണപ്പെട്ടു കഴിഞ്ഞുവെന്ന്. എന്തിന് തന്നെ സാക്ഷ്യപ്പെടുത്തി ബാലു ആത്മഹത്യ ചെയ്തു എന്ന ഒരു കുറ്റബോധം പേറിക്കൊണ്ട് തന്നെ ആ വെയിലുള്ള ചൂടുള്ള നഗരത്തിലൂടെ അവൾ സഞ്ചരിക്കുകയും ആശ്ചര്യപൂർവ്വം നിന്നു പോകുന്നതാണ് ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ധാരാളം ചോദ്യങ്ങൾ മാനസി ഉയർത്തുന്നുണ്ട്. ബാലുവിന് നീലിമയെ അറിയാമായിരുന്നോ, അല്ലെങ്കിൽ പ്രണയിച്ചതാണോ? സാദൃശ്യം നീലിമയെ തൻ്റെ പ്രണയിനിയായിട്ടുള്ള സാദൃശ്യമുള്ളതാണോ, അല്ലെങ്കിൽ ഒരു പക്ഷേ തൻ്റെ
കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന ചോദ്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു പരീക്ഷയ്ക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് കുറച്ച് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്കും സന്തോഷം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ഭാഗം ഇഷ്ടമായെങ്കിൽ, ഞാൻ പറഞ്ഞ ഭാഗം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അവർക്കും നന്ദി, നമസ്കാരം.